ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും എന്താ, ഇത് ടൊയോട്ട LC300 അല്ലെങ്കിൽ J300 അല്ലെങ്കിൽ ലാൻഡ് ക്രൂസർ 300 ആണ്. ഇത് GR സ്പോർട്ടാണ്, GRS. ഇതിൻ്റെ മുൻവശം ഇസഡെക്സുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഗ്രില്ലും ഈ ബമ്പർ ഡിസൈനുമാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷും LED ഹെഡ്ലാമ്പ്സും കാണാം. ഓക്കെ, ഈ ട്വിൻ ടർബോ V6ൻ്റെ പവർ 304 HP 700 Nm, കൂടെ 10 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും. ഈ മൈറ്റി ലാൻഡ് ക്രൂസറിൻ്റെ വശങ്ങളിലെ ക്രീസിയും കട്ടിങ്ങും അല്ലെങ്കിൽ ലൈൻസൊക്കെ കണ്ടില്ലേ, ഇത് 15 വീലാണേ. ഈ വീലിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സ്റ്റെപ്പ് ഉണ്ട്, ഈ ബ്ലാക്ക് കളറൊക്കെ GRൻ്റെ കാര്യങ്ങളാണ്. ഇവിടെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ മിററുണ്ട്, കൂടാതെ ഇവിടെ ക്യാമറ കൂടി കാണാം. ഇത് GR ലോഗോ. ഇത് GRൻ്റെ റൂഫ് റെയിൽ, പിന്നെ സാധാ സൺറൂഫും. ഈ ടെയിൽ ഗേറ്റ് കണ്ടാൽ തോന്നും ഇത് 2 പീസാണ്, പക്ഷെ അങ്ങനെയല്ല, ഒറ്റ പീസാണ്, പവേർഡാണ്. ഇത് വലിയ ബൂട്ടുള്ള വണ്ടിയാണ്, കാരണം ഇത് 5 സീറ്റർ വേർഷനാണ്. ഡാഷ്ബോർഡ് എലഗൻ്റ് എന്ന് പറയുന്നതിനേക്കാൾ യൂട്ടിലിറ്റേറിയൻ എന്ന് പറയാം. ആഫ്റ്റർ ഓൾ ഇതൊരു SUV ആണ്, 4x4. ഇപ്പോൾ GR സ്പോർട്ട് ആയതുകൊണ്ട് തന്നെ റെഡ് സീറ്റ് കാണാം, റെഡ് സീറ്റും സാധാ സീറ്റും ഉണ്ട്. ഒരു കൗതുകം എന്ന് പറയുന്നത് ഇവിടെ ഇതിങ്ങനെ തുറക്കാം, ഇതിങ്ങനെ തുറക്കാം, ഇത് പിന്നൊന്നും തുറക്കാം എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും എന്താ, GR ലോഗോ. ബാക്ക് സീറ്റിലും സ്ക്രീൻ ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്, ഓക്സ് പോർട്ട് ഉണ്ട്, ചാർജിങ് പോർട്ട് ഉണ്ട്, C പോർട്ട് ഉണ്ട്, ഡ്യുവൽ സോൺ AC ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര സോണാണ് AC? 4 സോൺ AC ആണ്. ഒരു പ്രോപ്പർ ഓഫ് റോഡർ വിത്ത് ലക്ഷറി. അതാണ് LC300 അഥവാ ലാൻഡ് ക്രൂസർ 300.